ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ബിഗോണിയ പ്ലാന്റിനെ നമ്മുടെ ഗാർഡനിൽ ഇതുപോലെ ചെടിച്ചട്ടി ഫുൾ കവർ ചെയ്ത് വേഗത്തിൽ എങ്ങനെ വളർത്തിയെടുക്കാമെന്നാണ്. അപ്പോൾ ഈ പ്ലാന്റ് ഇതുപോലെ വളർന്നു വരാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് കൊടുത്തതെന്ന് കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് വരെയും കാണാൻ ശ്രമിക്കണേ. ബിഗോണിയ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണിത്. ഈ ഒരു ബിഗോണിയ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്ലാന്റിന് നമുക്ക് ഹാങ് ചെയ്തായാലും അല്ലെങ്കിൽ ഇതുപോലെ ചെടിച്ചട്ടിയിൽ സാധാരണ നട്ടു കൊടുക്കുന്ന പോലെ നട്ടു കൊടുക്കാനും താഴെ മണ്ണിൽ നട്ടു കൊടുത്താൽ എങ്ങനെ നട്ടു കൊടുത്താലും നല്ല ഭംഗിക്ക് വലുതായി വരും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നട്ടു കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു പ്ലാന്റ് ആണ്. പിന്നെ ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു തണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒത്തിരി തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ചെടിയാണ്. ഞാനിപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇതുപോലെ നിറയെ തൈകൾ എനിക്കിതുപോലെ ഒരു തണ്ടാണ് കിട്ടിയിരുന്നത്. അതിൽ നിന്നാണ് ഞാൻ ഇതുപോലെ ഒത്തിരി ഹാങ് ചെയ്തിടാനും പോട്ടിലും താഴെയൊക്കെ നട്ടു കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ വീട്ടിൽ ഗാർഡനിൽ ചെടികൾ നട്ടിട്ട് ഒന്നും പിടിക്കുന്നില്ലെന്ന് പരാതിപ്പെടുന്നവർക്കൊക്കെ വീട്ടിൽ നട്ടു കൊടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ്. കാരണം ഇതിൻ്റെ ഒരു തണ്ട് മതി ഒത്തിരി തൈകൾ. അതും അധികം കെയറിങ് വേണ്ട, എന്നാൽ അത്യാവശ്യം കെയറിങ് വേണം. നമ്മൾ കെയറിങ് വേണ്ടാന്ന് പറഞ്ഞാൽ ചുമ്മാ നട്ടിട്ട് പോരാന്നല്ല ഉദ്ദേശിക്കുന്നത്. ചിലർ പറയാറുണ്ട് അധികം കെയറിങ് ഒന്നും ഈ പ്ലാന്റിന് വേണ്ട, കാട് പിടിച്ച് വലുതാവുന്നു. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്, നമ്മൾ പ്ലാന്റുകൾ ചിലപ്പോൾ ചില പ്ലാന്റിന് ഒട്ടും കെയർ വേണ്ടായിരിക്കും, അത് കാട് പിടിച്ച് വലുതാവണത് തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ കെയർ ചെയ്ത് വളർത്തുന്ന പ്ലാന്റിന് ആ ഒരു ഭംഗി അതൊരു വേറൊരു ഭംഗിയാണ് കേട്ടോ. ഇപ്പം ഞാനത് നോക്കിയ ചെടിച്ചട്ടിയിലും നട്ടു കൊടുത്തിട്ടുണ്ട്, ഹാങ് ചെയ്ത് നട്ടു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് അധികം കെയർ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ നട്ടിട്ട് നോക്കാതെ പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഭംഗിയില്ലാതെയും വലുതാവുന്നത്. പിന്നെ ഈ പ്ലാന്റ് ഞാൻ നട്ട് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മുടെ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടാണ് നടാറ്. അതുപോലെ തന്നെ ഇതിനെ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ഇതിനെ നട്ട് പിടിപ്പിക്കരുത്. കാരണം ഇതിൻ്റെ ലീവ്സൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം തണ്ടയ്ക്ക് ഒത്തിരി കനം കുറഞ്ഞതാണ്. അപ്പോൾ ഒത്തിരി സൺലൈറ്റ് കുത്തിയടിക്കുന്ന സ്ഥലത്ത് നട്ട് കഴിഞ്ഞാൽ ലീവ്സൊക്കെ ഡാമേജ് ആയി കരിഞ്ഞു പോകും, എല്ലാം നന്നായിട്ട് കരിഞ്ഞു പോകും. എന്നാൽ കുറച്ച് സൺലൈറ്റ് ഇതിന് ആവശ്യമാണ്. ആ ലീവ്സിൻ്റെയൊക്കെ ആ കളർ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കണമെങ്കിൽ കുറച്ച് സൺലൈറ്റ് കിട്ടാവുന്ന അങ്ങനത്തെ ഒരു സ്ഥലം നോക്കി നടാൻ ശ്രദ്ധിക്കണം. കാണുമ്പോൾ ഒരു ഇലച്ചെടിയൊക്കെ ആണെങ്കിലും ഇത് കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൂക്കൾ ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെള്ള കളറിലെ പൂക്കൾ നിറയെ ഉണ്ടായി നിൽക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു ഇലച്ചെടിയായിട്ട് മാത്രം നമുക്ക് കാണാൻ പറ്റില്ല, ഒരു പൂച്ചെടിയും കൂടി ആയിട്ട് നമുക്ക് ഇതിനെടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാര മരത്തിൻ്റെ അടിയിലെല്ലാം ചെറിയ ചെറിയ പോട്ടുകൾ വാങ്ങി ഇതുപോലെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിനിങ്ങനെ തിങ്ങി ഹാങ് ചെയ്ത് വരുമ്പോഴാണ് നല്ല ഭംഗിയാട്ടോ. ഇപ്പോൾ അത് പോട്ടിലായാലും ഹാങ്ങിങ് പോട്ടിലായാലും. ഇതിപ്പോൾ ഈ ചെടിച്ചെടിയിൽ പറിച്ച് നടേണ്ട സമയമായിട്ട്, കാരണം ഒത്തിരി തിങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇതിൽ നിന്നാണ് ഒത്തിരി തൈകൾ, ഇപ്പം നമുക്ക് ഒരു തണ്ടായിട്ട് ഒടിച്ചിട്ട് നടണമെങ്കിൽ അങ്ങനെ നടാം, അല്ലെങ്കിൽ പുതിയ കൂമ്പ് വരുന്ന ആ ഒരു തണ്ടിൽ നിന്നും നമുക്ക് ഒടിച്ച് എങ്ങനെയായാലും നട്ടു കൊടുത്താലും പിറ്റേ ദിവസം തുടങ്ങി നല്ല ഉഷാറായിട്ട് നിന്നോളും. അങ്ങനെ പെട്ടെന്ന് തന്നെ പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് വാട്ടറിങ് ആണ്. വാട്ടറിങ് അതിന് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം വാടിപ്പോകും, ഇലയൊക്കെ വാടി നിൽക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തണ്ടിനൊക്കെ ഒത്തിരി കനം കുറവായതുകൊണ്ട് വെള്ളം അത്യാവശ്യം വേണം, കൂടി പോകരുത്, കൂടിക്കഴിഞ്ഞാൽ ചീഞ്ഞു പോകും. എന്നാൽ ഡെയിലി വാട്ടറിങ് ആവശ്യമുള്ളൊരു പ്ലാന്റും കൂടിയാണ്. പിന്നെ ഈ ചെടിയുടെ നടുമ്പോൾ ഇതുപോലെ വലിയ ചെടിച്ചട്ടിയിൽ നട്ടു കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലത്. ഹാങ്ങിങ് ബോട്ടായാലും കുറച്ച് വിടർന്ന ഇതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം ഇപ്പം ചെറിയ ചെടി, ഇപ്പം ഞാൻ അവിടെ പഞ്ചസാര മരത്തിൻ്റെ അടിയിൽ ചെറിയൊരു പോട്ടിലാണ് നട്ട് വളർത്തിയേക്കണം. പക്ഷെ ഇത് ഒത്തിരി തിക്കി വലുതാവണമുണ്ട്. ചെറിയ പോട്ടിലൊക്കെ നട്ടു കൊടുത്താൽ വേഗം പറിച്ചു മാറ്റി നടേണ്ടി വരും കുറച്ച് കഴിയുമ്പോൾ. കാരണം അത്രയും തിങ്ങിലാണ് ഇത് വരുന്നത്. എൻ്റെ തണ്ടൊക്കെ നല്ലോണം നമ്മുടെ മണി പ്ലാന്റൊക്കെ നമ്മൾ ചുറ്റി ചുറ്റി കൊടുക്കണ പോലെ ഇത് ചുറ്റിയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു അറ്റത്തെ തണ്ട് അപ്പോൾ അങ്ങനെ മുറിച്ച് മുറിച്ച് വേഗം നടേണ്ടി വരും. ഇതുപോലെ വലിയ ചെടിച്ചട്ടിയിലൊക്കെ നമ്മൾ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാൾ നിന്നോളും, പെട്ടെന്ന് പറിച്ച് നടേണ്ടി വരില്ല. അപ്പോൾ എല്ലാവർക്കും തന്നെ ബിഗോണി ചെടിയുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ ഇത് കിട്ടുന്ന എല്ലാവരും തന്നെ ഗാർഡനിൽ നട്ടുപിടിപ്പിക്കാൻ നോക്കട്ടെ, നല്ലൊരു പ്ലാന്റ് ആണ്. അപ്പോൾ പുതിയ ചെടിയുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം.